തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുള്ള ശിവപ്രിയയുടെ മരണം ബാക്ടീരിയൽ അണുബാധ മൂലം തന്നെയെന്ന് റിപ്പോർട്ട്. ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് പറയാനാകില്ലെന്ന് അന്വേഷണ സമിതി. വിദഗ്ധ അന്വേഷണ സമിതി റിപ്പോർട്ട് DMEക്ക് കൈമാറി. ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന് ശിവപ്രിയയുടെ കുടുംബം പ്രതികരിച്ചു. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ തന്നെയാണ്, കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് വരെ ഒരു ചാൻസും ഇല്ല ഇത്. പിന്നെ വീട്ടിൽ നിന്ന് പോയൊരു വ്യക്തിയാണ്, ഒരു കുഴപ്പമില്ലാതെ പോയ വ്യക്തിയാണ്, പിന്നീടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വേറെ എന്ത് പറയാൻ പറ്റും? വേറെ ഒരു സ്ഥലത്തും പോയിട്ടില്ല. അല്ലെങ്കിൽ അവരെ തെളിയിക്കട്ടെ. അനുഭവത്തിൽ ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷയാണ്, റിപ്പോർട്ട് ഇങ്ങനെയൊക്കെ വരുള്ളൂ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ എന്റെ ചേച്ചിയുടെ മാത്രമല്ല, അല്ലാതെ വേറെ ഒരുപാട് ന്യൂസ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങൾ നടന്നൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ എന്റെ ചേച്ചിക്ക് നടന്നത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞു നിൽക്കാൻ പറ്റില്ല, കാരണം ഗവൺമെന്റ് ഒരു വലിയ ഇതെന്ന് പറയാനായിട്ട് വലിയ ആൾക്കാരാണ് അവർ കൂടെ നമുക്ക് സത്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. സത്യം എന്താണെന്ന് അറിയുന്നവരെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. ശിവപ്രിയയുടെ സഹോദരനാണ് പ്രതികരിച്ചത്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ഇത് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുന്നത്, ഇല്ലെങ്കിൽ അതിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നത് ആശുപത്രിയിൽ നിന്ന് മാത്രം പകരാൻ സാധ്യത എന്നൊക്കെയായിരുന്നു. നേരത്തെ തന്നെ കുടുംബം അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതുമാണ് നമ്മളോട്. അപ്പം അതൊന്നുമല്ല, അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്, ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് പിഴവില്ല എന്നതിലേക്ക് എങ്ങനെയാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? കുടുംബം ഇനി എങ്ങനെ മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്? തിരുവനന്തപുരം SAT ആശുപത്രിയിൽ കരിക്കകം സ്വദേശിയായിട്ടുള്ള 26 വയസ്സുള്ള ശിവപ്രിയ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഒരു 4-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 3 വകുപ്പ് മേധാവിമാർ, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മറ്റൊരു വകുപ്പ് മേധാവി, അങ്ങനെ 4 ഡോക്ടർമാരുടെ സംഘമടങ്ങുന്ന ഒരു വിദഗ്ധ സമിതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷിച്ചത്. അതിനകത്ത് അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് ശിവപ്രിയയുടെ മരണം ബാക്ടീരിയൽ അണുബാധ മൂലം തന്നെയാണ്. അതായത് അണുബാധ മൂലം തന്നെയാണ് ശിവപ്രിയ മരിച്ചത്. ആശുപത്രിയിൽ നിന്ന് അണുബാധ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് വിദഗ്ധ സമിതി പോയത്. ഇത് അണുബാധയാണ് എന്ന് പറയുമ്പോഴും ഈ അണുബാധ ആശുപത്രിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ പറയാൻ കഴിയില്ല, അത്തരം ഒരു നിഗമനം നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് DMEക്ക് 4-അംഗ വിദഗ്ധ സമിതി സമർപ്പിച്ചത്. ശിവപ്രിയയ്ക്കുണ്ടായത് സ്റ്റെഫലോകോക്കസ് അണുബാധ ആണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ കൂടി വിദഗ്ധ സമിതി ഡോക്ടർമാരെ DMEയെ അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിൽ എന്തായാലും DME ഈ റിപ്പോർട്ട് കൂടി പരിശോധന പിന്നാലെയായിരിക്കും ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. SAT ആശുപത്രിയിലെ അണുബാധ നിയന്ത്രണ റിപ്പോർട്ടുകൾ സമിതി പരിശോധിച്ചിരുന്നു. അതായത് SAT ആശുപത്രിയിൽ കൃത്യമായിട്ടുള്ള അണുബാധ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ വളരെ നടക്കുന്നുണ്ടോ എന്ന് സൂപ്രണ്ട് അടക്കം പറയുകയും ചെയ്തതാണ്. ഇപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴും അതിനകത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇതിനു മുമ്പ് SITയിൽ തന്നെ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പരാതികൾ ഉണ്ടായിട്ടുണ്ട്, അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി അവിടെ കിടക്കുന്നുണ്ട്. അത് ഈ കുടുംബത്തിനെ സംബന്ധിച്ച് ഉപകാരപ്പെടുമോ? കാരണം നേരത്തെയും ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇതും അത് തന്നെ ആകാമെന്നൊരു വാദം അവർക്ക് ഉന്നയിക്കാം എന്നതിനപ്പുറത്തേക്ക് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും അനുകൂലമായിട്ട് എന്തെങ്കിലും ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കാനോ ഇല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിനു മുമ്പ് അണുബാധ മൂലം SAT ആശുപത്രിയിൽ പ്രസവത്തിനെത്തിയ യുവതി മരിച്ചതായിട്ടോ അങ്ങനെയുള്ള കാരണങ്ങളൊന്നും ഇതിനു മുമ്പ് ഈ അണുബാധ മൂലമുള്ള മരണം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അന്ന് തന്നെ സൂപ്രണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ശിവപ്രിയ ആശുപത്രിയിൽ അഡ്മിറ്റായി അവിടുന്ന് പോകുന്ന സമയം വരെ മറ്റു പല യുവതികളും അവിടെ പ്രസവത്തിനിടെ വരികയും അവരുമായി ബന്ധപ്പെട്ട ചികിത്സ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവിടെയൊന്നും ആർക്കും ഈ പറയുന്ന അണുബാധ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ആശുപത്രിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ SAT ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നടത്തിയ അണുബാധയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഈ 4-അംഗ വിദഗ്ധ സമിതി പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പഠിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് പോരായ്മകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് ഈ 4-അംഗ സമിതി എത്തിയിട്ടുള്ളത്. അപ്പോൾ SAT ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണുബാധ ഉണ്ടാകാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ അണുബാധ എവിടുന്നാണ് ഉണ്ടായത് എന്നുള്ളത് കണ്ടെത്താൻ ഇപ്പോൾ കഴിയില്ല. SAT ആശുപത്രിയിൽ നിന്നല്ല, പക്ഷേ ശിവപ്രിയയ്ക്ക് സംഭവിച്ചത് അണുബാധ മൂലമുള്ള മരണമാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ 4-അംഗ വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇതിനകത്ത് ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഇങ്ങനെ വരൂ എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ആശുപത്രിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാവില്ല, ഇത് ആശുപത്രി നല്ലത് പുറത്തുനിന്നുണ്ടായതായിരിക്കും എന്ന് പറഞ്ഞ റിപ്പോർട്ട് ആരെയും കൊടുക്കുക
എന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഇതിൽ വിശ്വസിക്കുന്നില്ല, ആശുപത്രിയിൽ തന്നെയാണ് അണുബാധ ഉണ്ടായത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്നൊരു പ്രതികരണമാണ് ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദ് പറഞ്ഞത്. ഇങ്ങനൊരു റിപ്പോർട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, നമുക്ക് പറഞ്ഞു നിൽക്കാൻ കഴിയില്ലല്ലോ, നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിസ്സഹായനായിട്ടാണ് ശിവപ്രസാദ് സംസാരിച്ചത്. എന്തായാലും ഇനി ഇതിനകത്ത് ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ SIT ആശുപത്രിയെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് 4 അംഗ വിദഗ്ധ സമിതി കൊടുത്തിരിക്കുന്നത്. അങ്ങേയറ്റം നിസ്സഹായനായിട്ടുള്ള ഒരു പ്രതികരണമാണ് ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദ് നടത്തിയത്. ഇനി ഇതിനകത്ത് ആരോഗ്യവകുപ്പ് എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. തന്നെയാണ്. ശരി ഷിജോ.